മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ വിത്ത് വിതച്ച് കരുണയുടെയും സ്നേഹത്തിന്റെയും മഹത് വക്താവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങലിന് 2025 സാക്ഷിയായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിച്ചു. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോയ പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലാൻ 140-ലേറെ രാഷ്ട്രത്തലവന്മാരും സന്നിഹിതരായിരുന്നു. നൊബേൽ സമ്മാന ജേതാവും പെറുവിയൻ എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമായ മാരിയോ വർഗാസ് യോസ 89-ാം വയസ്സിൽ വിടവാങ്ങി. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ സുവർണയുഗത്തിന്റെ അന്ത്യം എന്നാണ് യോസയുടെ മരണത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തെ ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന യുറോഗ്വായ് മുൻ പ്രസിഡന്റ് ഹോസെ മൊഗീക്ക ഓർമ്മയായതും 2025-ൽ. ഗറില്ല പോരാട്ടത്തിലൂടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെത്തിയ മൊഗീക്ക 15 വർഷത്തോളം ഏകാന്ത തടവിലായിരുന്നു. തന്റെ ശമ്പളത്തിൽ 90% നിർധനർക്ക് പങ്കുവച്ച മൊഗീക്ക 2 മുറി മാത്രമുള്ള ഫാം ഹൌസിലാണ് പ്രസിഡന്റായിരുന്നപ്പോൾ താമസിച്ചിരുന്നത്. ഹോസെ മൊഗീക്കയുടെ നയങ്ങളാണ് യുറുഗ്വായ് എന്ന രാജ്യത്തെ സമ്പന്നതയിലേക്ക് നയിച്ചത്. ത്രില്ലർ രചനകളുടെ നായകനായി അറിയപ്പെട്ടിരുന്ന ഫ്രെഡറിക് ഫോർസിത്തിന് വിട നൽകി ലോകം. 25-ലധികം ത്രില്ലർ നോവലുകളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയം കവർന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഫ്രെഡറിക് ഫോർസിത്ത്. ഫിക്ഷനിലൂടെ യഥാർത്ഥ സംഭവങ്ങൾ പറയുന്ന ഫോർസിത്തിന്റെ ദ അഫ്ഗാൻ എന്ന നോവൽ കേരളത്തിലും വിവാദം സൃഷ്ടിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ന്യായാധിപൻ എന്നറിയപ്പെട്ടിരുന്ന ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ 88-ാം വയസ്സിൽ യുഎസിലെ വോക്ക് ഫീൽഡിൽ അന്തരിച്ചു. ദയയും മനുഷ്യത്വവും നിറഞ്ഞ ഇടപെടലുകളിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടിയ ന്യായാധിപനായിരുന്നു ഫ്രാങ്ക് കാപ്രിയോ. ഫ്രാങ്ക് കാപ്രിയോയുടെ കോടതി മുറിയിലെ തർക്കപരിഹാര വേളകൾ കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പരിപാടി കോടിക്കണക്കിന് ആളുകൾ തത്സമയം കണ്ടിരുന്നു. ഐക്കണിക് ഫിലിം പോസ്റ്ററുകളും ലോഗോകളും ഡിസൈൻ ചെയ്ത പ്രശസ്ത ഗ്രാഫിക് ഡിസൈനർ ജോ കാരോഫും 2025-ൽ ഓർമ്മയായി. 104-ാം ജന്മദിനത്തിന് ഒരു ദിവസം മുൻപ് യുഎസിലെ മാൻഹട്ടനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ജെയിംസ് ബോണ്ട് ചിത്രത്തിന്റെ ഐക്കണിക് ലോഗോയായ ജെയിംസ് ബോണ്ട് 7 ഗൺ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജോ കാരോഫ് ആയിരുന്നു. സൂപ്പർമാൻ ചിത്രങ്ങളിലെ പ്രധാന വില്ലനായ ജനറൽ സോഡ് എന്ന കഥാപാത്രത്തെ ലോകപ്രശസ്തമാക്കിയ നടൻ ടെറൻസ് സ്റ്റാമ്പ് 87-ാം വയസ്സിൽ ഓർമ്മയായി. 1962-ൽ ബില്ലി ബെഡ് എന്ന ചിത്രത്തിലെ ടൈറ്റിൽ വേഷവുമായാണ് ടെറൻസ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഓസ്കാർ നോമിനേഷനും മികച്ച പുതുമുഖത്തിനുള്ള ഗോൾഡൻ ഗ്ലോബും ആദ്യ ചിത്രം ടെറൻസ് സ്റ്റാമ്പിന് നേടിക്കൊടുത്തു. ആധുനിക ഫാഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി 91-ാം വയസ്സിൽ ഓർമ്മയായി. ഹോളിവുഡിന്റെ ഏറെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് ജോർജിയോ അർമാനി. ലോക ഫാഷൻ വേദിയിൽ സ്വന്തം പേര് തന്നെ ബ്രാൻഡാക്കി മാറ്റിയ അദ്ദേഹം അർമാനി എക്സ്ചേഞ്ച് ഗ്രൂപ്പ് സ്ഥാപകനുമാണ്. 88,000 കോടി വിലമതിക്കുന്നതായിരുന്നു അർമാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം. ചിമ്പാൻസികളുടെ തോഴി എന്നറിയപ്പെടുന്ന ജെയിൻ ഗുഡാൾ 91-ാം വയസ്സിൽ വിടവാങ്ങി. മനുഷ്യരും ആൾക്കുരങ്ങുകളും ഉൾപ്പെടുന്ന സസ്തനികളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ജെയിൻ ഗുഡാൾ. ചിമ്പൻസികളോടൊപ്പം കഴിഞ്ഞ അവരുടെ ജീവിതത്തെക്കുറിച്ച് ജെയിൻ കണ്ടെത്തിയ അറിവുകൾ ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഏകകക്ഷി ഭരണത്തിന്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് കെനിയയെ ബഹുകക്ഷി ജനാധിപത്യത്തിന്റെ സജീവതയിലേക്ക് പരിവർത്തനം ചെയ്ത റൈല അമോലോ ഒഡിംഗ കേരളത്തിൽ അന്തരിച്ചു. കെനിയയിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തിയ ജനകീയ നേതാവും മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഒഡിംഗയുടെ അന്ത്യോപചാര ചടങ്ങിലുണ്ടായ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. യുഎസ് മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി 84-ാം വയസ്സിൽ അന്തരിച്ചു. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിന്റെ പ്രധാന സൂത്രധാരനായ ഡിക് ചെനി യുഎസ് ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റായി അറിയപ്പെട്ടു. ജീവജാലങ്ങളുടെ വളർച്ചയും ഘടനയും പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ജനിതക വിവരങ്ങൾ എഴുതപ്പെട്ട DNA കണ്ടെത്തിയ ശാസ്ത്രജ്ഞരിൽ ഒരാളും നൊബേൽ പുരസ്കാര ജേതാവുമായ ജെയിംസ് വാട്സൺ 97-ാം വയസ്സിൽ അന്തരിച്ചു. 1953-ൽ വാട്സണും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ക്രിക്കും DNA തന്മാത്രയുടെ ഇരട്ട പിരിയൻ ഗോവണിക് ഘടന കണ്ടെത്തിയതോടെയാണ് ആധുനിക ലോകത്ത് ജനിതക ശാസ്ത്രത്തിന്റെ വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. അമേരിക്കയുടെ സുവർണ കാലഘട്ടം തുടങ്ങിയെന്നും അമേരിക്കയ്ക്ക് 1-ാം സ്ഥാനം നൽകുമെന്നുമുള്ള സത്യപ്രതിജ്ഞാ പ്രഖ്യാപനത്തോടെയാണ് യുഎസിന്റെ 47-ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2ാമതും അധികാരത്തിലെത്തിയത്.
ലോകചിത്രം മാറ്റിവരയ്ക്കാനുള്ള ശ്രമത്തിൽ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന 78-കാരന്റെ ലക്ഷ്യത്തിനു മുന്നിൽ ലോക സമാധാനവും ഒന്നും പ്രശ്നമല്ലായിരുന്നു. സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും മഹത്തരവും ഏറ്റവും സമ്പന്നവുമാക്കുകയാണ് എന്ന ലക്ഷ്യത്തിന്റെ ചുവട് പിടിച്ചാണ് കുടിയേറ്റം കർശനമായി അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറായത്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങളും നിർത്തലാക്കി. രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ യുഎസിൽ നിർമ്മിക്കണമെന്നും അല്ലാത്ത പക്ഷം ഉയർന്ന നികുതി ചുമത്താനും തയ്യാറായി. സ്വന്തം തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കുമനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നത് ശീലമാക്കിയ ട്രംപ് പലപ്പോഴും നയതന്ത്ര മര്യാദകൾ പാലിക്കാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വൈറ്റ് ഹൌസിൽ വച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ അവഹേളിച്ചത്. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ലോകമാണ് സ്വപ്നമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ശത്രുപക്ഷത്ത് ട്രംപ് നിർത്തിയിരിക്കുന്നത് ചൈനയെയും വെനസ്വേലയുമൊക്കെയാണ്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തിയ ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല രാജ്യത്തിനുള്ളിലും വിമർശനം ഏറ്റുവാങ്ങി. അതേസമയം ഗാസ ആക്രമണം പോലുള്ള ചില സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത നയതന്ത്ര നീക്കങ്ങൾ ലോകത്തിന്റെ പ്രശംസ ഏറ്റുവാങ്ങി. ഇന്ത്യ വിരുദ്ധ നീക്കം നടത്തി വിവാദത്തിലായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സ്വന്തം പാർട്ടി കൂടി കൈയഴിഞ്ഞതോടെ രാജിവെച്ചു. ട്രൂഡോയെ മുൻനിർത്തി വരുന്ന തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് ലിബറൽ പാർട്ടി ട്രൂഡോയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയത്. സാമ്പത്തിക വിദഗ്ധനും ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറുമായിരുന്ന 59-കാരൻ മാർക്ക് കാർണിയെ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. കാനഡയുടെ സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ യുഎസ് പ്രസിഡന്റ് ശ്രമിക്കുന്നതിനിടെയായിരുന്നു കാർണി അധികാരമേറ്റത്. ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ നയതന്ത്ര നീക്കം നടത്തുന്ന മാർക്ക് കാർണിയെ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായാണ് വിലയിരുത്തുന്നത്. പട്ടാള നിയമം പ്രഖ്യാപിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കുകയും അറസ്റ്റ് ചെയ്ത് തടവറയിലടയ്ക്കുകയും ചെയ്തു. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യൂൻ സുക്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ വലതുപക്ഷ യാഥാസ്ഥിതികർ അധികാരം പിടിച്ചു. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചതോടെ ഫ്രെഡ്രിഷ് മേഴ്സ് ചാൻസലറായി. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് യൂറോപ്പ് മുക്തമാകണമെന്നും യൂറോപ്പിന് സ്വന്തമായി സൈനിക സഖ്യം വേണമെന്ന പക്ഷക്കാരനുമാണ് മേഴ്സ്. യുഎസിന്റെ തീരുവ യുദ്ധം ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ഭരണ തുടർച്ച ലഭിച്ചതോടെ ആന്റണി ആൽബനീസ് വീണ്ടും പ്രധാനമന്ത്രിയായി. 21 വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായ 2ാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യവും യൂറോപ്യൻ യൂണിയനിലെ 6ാമത്തെ സാമ്പത്തിക ശക്തിയുമായ പോളണ്ടിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര ദേശീയവാദിയായ കാരോൾ നവറോസ്കി വിജയിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ ചെറുപതിപ്പ് എന്ന വിശേഷണമുള്ള 42-കാരനായ കാരോൾ നവറോസ്കി യൂറോപ്യൻ യൂണിയന് എതിരാണ്. ചരിത്രത്തിലാദ്യമായി ഒരു വനിത ജപ്പാന്റെ പ്രധാനമന്ത്രിയായി. ജപ്പാന്റെ ഇരുമ്പ് വനിത എന്നറിയപ്പെടുന്ന 64-കാരിയായ സനെ തകായിച്ചിയെ ഭരണകക്ഷിയായ LDPയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തിയത്. ലിംഗസമത്വമോ വൈവിധ്യമോ പ്രോത്സാഹിപ്പിക്കാത്ത യാഥാസ്ഥിതിക എന്നാണ് തകായിച്ചിയെക്കുറിച്ചുള്ള ആക്ഷേപം. യൂറോപ്പിലെങ്ങും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടെ അയർലൻഡിൽ നടന്ന വോട്ടെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കാനലിൻ കൊനലി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാറ്റോ സഖ്യത്തെ എതിർക്കുകയും കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കൊനലിയുടെ ഹമാസിനോടുള്ള അനുകൂല നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ചിലിയുടെ ചരിത്രത്തിൽ ആദ്യമായി തീവ്ര വലതുപക്ഷക്കാരൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 35 വർഷത്തെ ഇടത് ജനാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഹൊസെ അന്റോണിയോ കാസ്റ്റ് ചിലിയുടെ 38ാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കിന്റെ ഇടതുപക്ഷ സർക്കാരിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിയ അന്റോണിയോ കാസ്റ്റ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പിന്തുടരുന്ന ചിലിയൻ നേതാവാണ്. 20 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് ബൊളീവിയയിൽ റോഡ്രിഗോ പാസിനെ പ്രസിഡന്റായി അധികാരമേറ്റു. കാമറൂൺ പ്രസിഡന്റായി പോൾ ബിയ 8ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. 92 വയസ്സുള്ള പോൾ ബിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രത്തലവനാണ്. 1982 മുതൽ പ്രസിഡന്റായി തുടരുന്ന അദ്ദേഹം 7 വർഷം പ്രധാനമന്ത്രിയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടും ആരോപണവും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളും അവഗണിച്ച് ബെലാറൂസ് പ്രസിഡന്റായി അലക്സാണ്ടർ ലുകാഷെങ്കോ വീണ്ടും അധികാരമേറ്റു. 26 വർഷങ്ങളായി അധികാരത്തിൽ തുടരുന്ന ലുകാഷെങ്കോ
ഇത് 6ാം തവണയാണ് പ്രസിഡന്റാകുന്നത്. 37 വർഷമായി അതിർത്തി പ്രദേശത്തെ ചൊല്ലി ചോര ചിന്തിയ അസർബൈജാനും അർമീനിയയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൌസിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടു. 2 രാജ്യങ്ങളെയും വൈറ്റ് ഹൌസിൽ എത്തിച്ചതോടെ മേഖലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. ലോക സംഗീത രംഗത്തെ ഏറ്റവും വലിയ സംഗീത ബഹുമതിയായ 67ാമത് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപനത്തിൽ ചരിത്ര നേട്ടവുമായി പോപ്പ് ഗായിക ബിയോൺസി തിളങ്ങി. കൗബോയ് കാർട്ടറിലൂടെ മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വംശജ എന്ന ചരിത്ര നേട്ടം ബിയോൺസി കരസ്ഥമാക്കി. 35 ഗ്രാമി പുരസ്കാരം നേടുന്ന ചരിത്രവും കരസ്ഥമാക്കി ബിയോൺസി. മികച്ച ലാറ്റിൻ പോപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം ഷക്കീറ നേടി. ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും വ്യവസായിയുമായ ചന്ദ്രിക ടണ്ടൻ ബെസ്റ്റ് ന്യൂ ഏജ് ആംബിയന്റ് കാറ്റഗറിയിൽ പുരസ്കാരം നേടി. ബ്രിട്ടീഷ് അക്കാദമിയുടെ 78ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ എഡ്വാർഡ് ബർഡന്റെ കോൺക്ലേവ് മികച്ച ചിത്രം ഉൾപ്പെടെ 4 അവാർഡുകൾ കരസ്ഥമാക്കി. ബ്രാഡി കോർബറ്റ് സംവിധാനം ചെയ്ത ദ ബ്രൂട്ടലിസ്റ്റും 4 അവാർഡുകൾ നേടി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡി മികച്ച നടനും അനോറയിലെ കേന്ദ്രപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിറ്റ്സ് മികച്ച നടിയുമായി. ഓസ്കാറിന്റെ 97ാം പതിപ്പിൽ 5 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അമേരിക്കൻ ചിത്രമായ അനോറ. 13 നാമനിർദ്ദേശങ്ങളുമായി എത്തിയ എമിലി പെരേസും 10 എണ്ണവുമായി എത്തിയ ദ ബ്രൂട്ടലിസ്റ്റിനെയും അട്ടിമറിച്ചാണ് അനോറയുടെ തിളക്കം. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കി മാഡിസന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടി. മികച്ച നടനുള്ള പുരസ്കാരം ദി ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡിക്ക് ലഭിച്ചു. എമിയുടെ 77 വർഷത്തെ ചരിത്രത്തിൽ അവിസ്മരണീയമായ നേട്ടം കരസ്ഥമാക്കി 15-കാരനായ ഒവാൻ കൂപ്പർ. അഡോൾസൻസ് എന്ന പരമ്പരയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, എമ്മി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അഭിനേതാവ് എന്നീ 2 നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് കൂപ്പർ രാജ്യാന്തര ശ്രദ്ധ നേടിയത്. മികച്ച നടൻ ഉൾപ്പെടെ 5 സുപ്രധാന പുരസ്കാരങ്ങൾ അഡോൾസൻസ് നേടി. സ്റ്റീഫൻ ഗ്രഹാമാണ് മികച്ച നടൻ. വെനസ്വേലയിലെ നിക്കോളസ് മഡൂറോ എന്ന സോഷ്യലിസ്റ്റ് ഏകാധിപതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം. ലാറ്റിൻ അമേരിക്കയിൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടനയിക്കുന്ന 58-കാരിയായ മജാഡോയുടെ ശബ്ദം ലോകം ഏറ്റെടുക്കുകയായിരുന്നു. പുരസ്കാരം വെനസ്വേലിയൻ ജനതയ്ക്കും ഡൊണാൾഡ് ട്രംപിനും മച്ചാഡോ സമർപ്പിച്ചു. സങ്കീർണവും ഗഹനവുമായ പ്രമേയങ്ങളെ ദാർശനിക ചാരുതയോടെ അവതരിപ്പിച്ച ഹംഗേറിയൻ നോവലിസ്റ്റ് ലാസോ ക്രാസ്നഹോർക്ക ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടി. അപ്പോക്കലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആകർഷവും ദീർഘവീക്ഷണമുള്ളതുമായ സാഹിത്യ സൃഷ്ടികൾക്കാണ് അവാർഡെന്ന് അക്കാദമി പറഞ്ഞു. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന കണ്ടെത്തലിന് US-കാരിയായ മേരി ഇ ബ്രങ്കോ, ഫെഡ് റാംസ്ഡെൽ, ജപ്പാൻകാരനായ ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം. ക്വാണ്ടം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ തിരുത്തുകയും പുതിയ ഗവേഷണങ്ങൾക്ക് വിത്തുപാകുകയും ചെയ്ത പരീക്ഷണം നടത്തിയ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡിവോറെ, ജോൺ മാർട്ടിനസ് എന്നിവർക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടി. നൂതനാശയങ്ങളിലൂന്നിയ സാമ്പത്തിക വളർച്ചയെ പരിചയപ്പെടുത്തിയതിന് ജോയൽ മൊഗീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൊവിറ്റ് എന്നിവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. മറ്റു ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതിക്കുള്ള അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന് കിട്ടി. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദൈനംദിന ജീവിതത്തെ പകർത്തുന്ന കഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇംഗ്ലീഷിലെഴുതി ഇംഗ്ലണ്ടിലോ UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്ക് നൽകുന്ന ബുക്കർ പ്രൈസിന് ഹംഗേറിയൻ നോവലിസ്റ്റ് ഡേവിഡ് സൊളോയ്ക്ക് ലഭിച്ചു. സൊളോയ് എഴുതിയ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൻ ദ്യോർ പുരസ്കാരവും ഫിഫയുടെ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരവും ഫ്രഞ്ചുകാരൻ ഉസ്മാൻ ഡെംബലെ നേടി. PSG-യുടെ നെടുന്തൂണായ 28-കാരൻ ആദ്യമായാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. തുടർച്ചയായ 3ാം തവണയും ഏറ്റവും മികച്ച വനിതാ താരമായി ഐദാന ബൊൻ മാറി.
സോഷ്യൽ മീഡിയ ആഹ്വാനം അനുസരിച്ച് ജനം തെരുവിലിറങ്ങിയതോടെ ഫ്രാൻസ് കലാപച്ചൂട് അറിഞ്ഞ വർഷമായിരുന്നു 2025. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാം തടയുക എന്ന സോഷ്യൽ മീഡിയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി തെരുവുകൾ കീഴടക്കി. സോഷ്യൽ മീഡിയ ആഹ്വാനത്തെ തുടർന്ന് മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ നടന്ന ഓസ്ട്രേലിയയുടെ വിവിധ നഗരങ്ങളിൽ തീവ്ര വലതുപക്ഷക്കാർ കുടിയേറ്റ വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു. കുടിയേറ്റ സമൂഹം ഓസ്ട്രേലിയൻ ജനതയുടെ ഒരുമയെ തകർക്കുന്നുവെന്ന മുദ്രാവാക്യവുമായി നടന്ന റാലികൾക്ക് രാജ്യാന്തര പിന്തുണയും കിട്ടി. കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ലണ്ടൻ നഗരത്തിൽ തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ റാലിയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തത് ഏവരെയും ഞെട്ടിച്ചു. ദേശസ്നേഹത്തിന്റെ വേലിയേറ്റത്തിനാണ് ലണ്ടൻ സാക്ഷ്യം വഹിച്ചതെന്ന് പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ പറഞ്ഞു. ഇടതു ചിന്താഗതിയുള്ള സംഘടനയായ ആന്റിഫ ഭീകര സംഘടനയാണെന്നും ഉടനെ നിരോധിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് വിവാദമായി. തീവ്ര വലതുപക്ഷ പ്രവർത്തകനും ട്രംപിന്റെ വിശ്വസ്തനുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ആന്റിഫയ്ക്കെതിരെ കടുത്ത നടപടിക്ക് US ഭരണകൂടം തയ്യാറായത്. ഇസ്താംബുൾ മേയറും പ്രതിപക്ഷ നിരയിലെ ശക്തനായ നേതാവുമായ ഇക്രാം ഇമാമോലുവിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് തുർക്കിയുടെ തെരുവുകൾ കലാപഭൂമിയായി. 2028 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇക്രാം ഇമാമോലുവിനെ പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുത്തത് പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗനെ ചൊടിപ്പിച്ചുവെന്നാണ് ആരോപണം. ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല ചെയ്യപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈമിന്റെ റിപ്പോർട്ട്. സ്വന്തക്കാരാൽ കൊല്ലപ്പെടുകയും ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്യുന്ന സ്ത്രീകളുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ദക്ഷിണാഫ്രിക്കയിലുമെന്നും റിപ്പോർട്ടിന് പിന്നാലെ ജോഹന്നസ്ബർഗിൽ സ്ത്രീകൾ പ്രതിരോധം തീർത്ത പേർപ്പിൾ പ്രൊട്ടസ്റ്റ് ലോകശ്രദ്ധ ആകർഷിച്ചു. അമേരിക്കയ്ക്ക് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളുമായി ബ്രിട്ടനും. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ UK വൈഡ് ബ്ലിറ്റ്സ് എന്ന് പേരിട്ട റെയ്ഡിൽ 100 കണക്കിന് ആളുകൾ അറസ്റ്റിലായി. 85,000-ഓളം കുറ്റവാളികളെ പാർപ്പിക്കാൻ സൗകര്യമുള്ള എൽ സാൽവദോറിലെ കുപ്രസിദ്ധമായ ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന തടവറ പോയ വർഷം ലോക വാർത്തകളിൽ നിറഞ്ഞു. മനുഷ്യാവകാശങ്ങളുടെ തമോഗർത്തമെന്നറിയപ്പെടുന്ന ഈ തടവറ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദമായത്. യുദ്ധം ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും അവഹേളിച്ചതിനെതിരെ ലോക നേതാക്കൾ അപലപിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാത്ത ട്രംപിന്റെ നടപടിക്കെതിരെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും പ്രതിഷേധങ്ങൾ നടന്നു. 1 കോടിയിലേറെ ഏക്കർ വനത്തിലെ മരങ്ങൾ മുറിച്ചുമാറ്റി നെല്ലും ചോളവും കരിമ്പും കൃഷി തുടങ്ങിയതിനെതിരെ ഇന്തോനേഷ്യൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ലോകത്തെ മഴക്കാടുള്ള 3ാമത്തെ രാജ്യമായ ഇന്തോനേഷ്യ ഇന്ധനത്തിനായി മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ലോകമെങ്ങുമുള്ള പരിസ്ഥിതിവാദികളും പ്രതിഷേധിച്ചു. അഴിമതിക്കും ദുർഭരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമെതിരെ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രി റജോലിന പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു. സൈനിക മേധാവി കേണൽ മൈക്കൽ റാൻഡ്രിയാനിറിന മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കും തെറ്റിപ്പിരിഞ്ഞതും പരസ്പരം കുറ്റപ്പെടുത്തിയതും വിവാദമായി. കാര്യക്ഷമതാ വകുപ്പായ ഡോജിൽ നിന്ന് മസ്ക് സ്വയം രാജിവെച്ചതും ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ആക്ഷേപിച്ചതുമാണ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്. മനോനില തെറ്റിയ വ്യക്തി എന്നുവരെ മസ്കിനെ ട്രംപ് ആക്ഷേപിച്ചു. അതിർത്തിയിൽ സംഘർഷം പുകയുന്നതിനിടെ കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന പെയ്തോങ് തരൻ ഷിനവത്രയുടെ രാജിക്കായി പ്രതിഷേധം അരങ്ങേറി. രാജ്യത്തെയും സൈന്യത്തെയും അവഹേളിക്കും വിധം പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തിയതോടെ പെയ്തോങ് തരന് രാജിവെക്കേണ്ടി വന്നു. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും പാവങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെട്ട സെയിന്റ് ജെയിംസ് ദ്വീപിന്റെ ഉടമയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഫയൽ സമ്മർദ്ദങ്ങളെ തുടർന്ന് പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായി. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്കിൾ ജാക്സൺ, മൈക്ക് ജാക്കർ തുടങ്ങിയ ലോക പ്രശസ്തരായവരുടെ രേഖകളാണ് പുറത്തായത്. ട്രംപുമായി ബന്ധപ്പെട്ട് ഭാഗിക രേഖകൾ മാത്രം പുറത്തുവിട്ടത് വിവാദമായി. ഉന്നത ഹമാസ് നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വിവാദമായി. തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറി ഇസ്രായേലിന്റെ നടപടി രാഷ്ട്ര ഭീകരവാദമെന്ന് ഖത്തർ ആരോപിച്ചു. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെ US സെനറ്റിൽ ധനബില്ലുകൾ പാസ്സാകാത്തതിനെ തുടർന്ന് 6 വർഷത്തിനു ശേഷം അമേരിക്കൻ ഭരണകൂടം ഷട്ട്ഡൌൺ നേരിട്ടു. ഫ്രാൻസിലെ ലോക പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിലെ അപ്പോളോ ഗ്യാലറിയിൽ പട്ടാപ്പകൽ പെരുങ്കൊള്ള നടന്നത് ലോകത്തെ ഞെട്ടിച്ചു. നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഭാര്യമാരുടെ കിരീടവും ആഭരണങ്ങളും മോഷ്ടിച്ചതിനെ നൂറ്റാണ്ടിന്റെ കൊള്ളയെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്.
ലൈംഗികാരോപണങ്ങൾ പുറത്തുവന്നതോടെ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ രാജകുമാരന് എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് കിട്ടിയ യോർക്ക് ഡ്യൂക്ക് പദവിയടക്കം എല്ലാ രാജമുദ്രകളും ആൻഡ്രൂവിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു കാലത്ത് ബ്രിട്ടീഷ് യുവതയുടെ ഹരമായിരുന്ന ആൻഡ്രൂ രാജകുമാരൻ കൊട്ടാരത്തിന്റെ സുഖസമൃദ്ധിയിൽ ജീവിതം ആഘോഷിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് തിരിച്ചടിയായത്. ചൈന തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും പ്രതിരോധിക്കാൻ സൈന്യത്തെ നിയോഗിക്കുമെന്നും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ പ്രസ്താവന വിവാദമായി. തായ്വാനിൽ സൈനികമായി ഇടപെടുകയാണെങ്കിൽ ജപ്പാനെ തകർത്ത് കളയുമെന്ന് ചൈന ഭീഷണി ഉയർത്തി. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള വിയറ്റ്നാം യുദ്ധത്തിലെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ നാപാം ഗേൾ ചിത്രത്തിന്റെ ക്രെഡിറ്റിൽ നിന്ന് ഫോട്ടോഗ്രാഫർ എന്ന സ്ഥാനത്ത് നിന്ന് നിക് ഊട്ടിന്റെ പേര് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന നീക്കി. ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണെന്ന സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടനയുടെ നീക്കം. പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനൈറോയിൽ ജൂലൈ 6-7 തീയതികളിൽ നടന്നു. ഇറാൻ ആക്രമണത്തെയും കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു. ആഗോള ദക്ഷിണ സഹകരണം മെച്ചപ്പെടുത്താൻ തയ്യാറായ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരത്തീരുവ ഭീഷണിക്കെതിരെ ഒരുമിച്ച് പോരാടാനും തീരുമാനിച്ചു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്ന യൂറേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയായ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO 24-ാം ഉച്ചകോടി ചൈനയിൽ നടന്നു. ട്രംപിന്റെ തീരുവ യുദ്ധത്തിനെതിരെ റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാഷ്ട്രതലവന്മാർ അണിനിരന്ന ഉച്ചകോടി ലോകം ശ്രദ്ധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തോടെയാണ് ഈ വർഷത്തെ ഷാങ്ഹായ് ഉച്ചകോടി സമാപിച്ചത്. 32 രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോയുടെ വാർഷിക ഉച്ചകോടി നെതർലാൻഡിലെ ഹേഗിൽ ജൂൺ 24-26 തീയതികളിൽ നടന്നു. നെതർലാൻഡിൽ ആദ്യമായി നടന്ന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് പ്രകാരം പ്രതിരോധ ചെലവ് 2% നിന്ന് GDPയുടെ 5% ഉയർത്താൻ തീരുമാനിച്ചു. ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച സ്പെയിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കി. യുക്രൈൻ യുദ്ധം ശക്തമാകുന്നതിനിടയിൽ ലോകം ശ്രദ്ധിച്ച ഉച്ചകോടിയായിരുന്നു അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ചുവടുവയ്പ് പോലും നടത്താനാകാതെ പിരിഞ്ഞ കൂടിക്കാഴ്ച ട്രംപിന്റെ നയതന്ത്ര വീഴ്ചയായി നിരീക്ഷകർ വിലയിരുത്തി. യുദ്ധം എന്ന് അവസാനിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കരാറാകും വരെ ഒരു കരാറുമില്ല എന്ന് എങ്ങും തൊടാതെയുള്ള മറുപടിയാണ് ട്രംപ് പറഞ്ഞത്. വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 57-ാം ഉച്ചകോടി കാനഡയിലെ കനാനാസ്കിസിൽ ജൂൺ 15 മുതൽ 17 വരെ നടന്നു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും ഉച്ചകോടിയിൽ തീരുമാനമായി. മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും ഉച്ചകോടി കുറ്റപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ആതിഥേയത്വം വഹിച്ച G20 ജോഹന്നാസ്ബർഗ് ഉച്ചകോടി US-ന്റെ ബഹിഷ്കരണം കൊണ്ട് ശ്രദ്ധേയമായി. ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരെ വംശഹത്യ നടത്തുന്നുവെന്നും അവർക്കെതിരെ നിരന്തരം മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് ട്രംപ് പങ്കെടുക്കാതെയിരുന്നത്. ഐക്യം, സമത്വം, സുസ്ഥിരത എന്ന പ്രമേയം മുൻനിർത്തി നടന്ന സമ്മേളനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ലോകം ശ്രദ്ധിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP30 ബ്രസീലിലെ ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള കവാടമായ ബെലം നഗരത്തിൽ നടന്നു. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ സുരക്ഷ, ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റം, പുനരുപയോഗ ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. US-നെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഉന്നത ഫെഡറൽ ഉദ്യോഗസ്ഥരോ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ 47-ാം ഉച്ചകോടി മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്നു. മ്യാൻമാറിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങളും ശക്തമായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ഉച്ചകോടി. കാലാവസ്ഥാ പ്രവർത്തനം, ഡിജിറ്റലൈസേഷൻ, ലിംഗസമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55-ാം ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ലോകത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ സർക്കാരുകളെയും ബിസിനസ്സുകാരെയും സിവിൽ സമൂഹത്തെയും ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട ഉച്ചകോടിയിൽ രാഷ്ട്രീയം, വ്യവസായം, ശാസ്ത്രം എന്നീ മേഖലകളിൽ നിന്നുള്ള 3000-ഓളം നേതാക്കൾ പങ്കെടുത്തു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി. അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്ന നാമം സ്വീകരിച്ചു. പാവങ്ങളുടെ മെത്രാൻ എന്നറിയപ്പെട്ടിരുന്ന ലിയോ 14 കർമ്മമണ്ഡലത്തിന്റെ ഏറിയ ഭാഗവും പെറുവിലായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനാണ് ലിയോ 14.
ക്ഷമ എന്ന മുതൽമുടക്കിലൂടെ കോടികൾ കൊയ്ത വാറൻ എഡ്വേർഡ് ബഫറ്റ് 60 ആണ്ടിന് ശേഷം ബെർക്ക്ഷയർ ഹാത്തവോയുടെ സിഇഒ സ്ഥാനമൊഴിഞ്ഞു. 11-ാം വയസ്സിൽ $115 നിക്ഷേപത്തിൽ തുടങ്ങി 94-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ വാറൻ ബഫറ്റിന്റെ ഓഹരി നിക്ഷേപം 22 ലക്ഷം കോടി രൂപയായിരുന്നു. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സിനിമകളിലൂടെ പ്രതികരിച്ച വിഖ്യാത ചലച്ചിത്രകാരനായ ജാഫർ പനാഹിയോട് 20 വർഷത്തേക്ക് സിനിമ എടുത്തുപോകരുതെന്നാണ് ഇറാൻ സർക്കാർ നൽകിയ താക്കീത്. ഭീഷണികളും താക്കീതും അതിജീവിച്ച് 2025 കാൻ ചലച്ചിത്രമേളയിലെ സമുന്നതമായ ബഹുമതി പാം ദോർ ജാഫർ പനാഹി നേടി. നിരവധി തവണ തടവിൽ കിടന്നിട്ടുള്ള പനാഹി ജയിലിൽ കണ്ടതും നേരിട്ടതുമായ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊടുത്ത സിനിമയായ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റിനാണ് പാംദോർ പുരസ്കാരം ലഭിച്ചത്. 34-ാം വയസ്സിൽ അട്ടിമറിയിലൂടെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചെറുരാജ്യമായ ബുർക്കിന ഫാസോയിലെ പട്ടാള ഭരണാധികാരി ഇബ്രാഹിം ട്രോറെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞ വർഷമാണ് 2025. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർക്ക് പ്രിയങ്കരനായ ഇബ്രാഹിം 16 തവണ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കണ്ണിലെ കരടാണെങ്കിലും റഷ്യയ്ക്ക് പ്രിയങ്കരനാണ് ഇബ്രാഹിം. 116 വർഷത്തെ പഴക്കമുള്ള ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ തലപ്പത്ത് ആദ്യമായി എത്തുന്ന വനിതയായി ബ്ലെയ്സ് മെട്രവലി. 47-കാരിയായ ബ്ലെയ്സ് മെട്രവലി മാഡം സി എന്ന സീക്രട്ട് കോഡിലാണ് അറിയപ്പെടുന്നത്. 2025-ൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരാണ് ജപ്പാനിലെ മാംഗ ആർട്ടിസ്റ്റായ റയോ തൽസുഗി. അവരുടെ മുൻ പ്രവചനങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് എന്ന അവകാശവാദത്തിൽ ജൂലൈ 5-ന് വൻ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭരണകൂടം പോലും ജാഗ്രതയിലായിരുന്നു. അവകാശപ്പെട്ടതുപോലെ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും വിനോദമേഖലയിലെ തിരിച്ചടിയും മറ്റും കാരണം ജപ്പാൻ സർക്കാരിന് നഷ്ടമായത് 32,000 കോടിയിലേറെ രൂപ എന്നാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും പ്രായമുള്ള ശിശു എന്ന വിശേഷണത്തോടെ തദിയസ് ഡാനിയൽ പിർസിന്റെ ജനനം 2025-ൽ ചരിത്രമായി. 1994-ൽ ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് അമേരിക്കൻ ദമ്പതികളായ ലിൻസെയുടെയും ടിം പിയേഴ്സിന്റെയും മകനായി പിറക്കുകയായിരുന്നു 30 വർഷത്തിനു ശേഷം തദിയസ് ഡാനിയൽ പിർസ്. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണ് സതോഷി നക്കാമോട്ടോ. ലോക ധനികരിൽ 11-ാം സ്ഥാനത്തേക്ക് എത്തിയത് 2025-ൽ. ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഈ അതികായന്റെ ആസ്തി 11 ലക്ഷം കോടി മറികടന്നുവെങ്കിലും 16 വർഷമായി ലോകം തിരയുന്ന സതോഷി ഇന്നും അജ്ഞാതനായി തുടരുന്നു.
ആഗോളതലത്തിൽ സംഘർഷങ്ങളും ആശങ്കകളും നിറഞ്ഞ വർഷമാണ് കടന്നുപോകുന്നത്. ഒപ്പം പ്രത്യാശയുടെ പ്രകാശകിരണങ്ങളും 2025 സജീവമാക്കിയിരുന്നു. വർഷങ്ങളായി തുടരുന്ന 2 യുദ്ധങ്ങളിൽ ഒരെണ്ണത്തിന് താൽക്കാലിക വിരാമമുണ്ടായെങ്കിലും പല രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തികളിൽ സംഘർഷം നീറിപ്പുകഞ്ഞു നിൽക്കുകയാണ്. എല്ലാം തകർന്നടിഞ്ഞ ഗാസയിൽ വെടിനിർത്തലിൽ ആശ്വാസമുണ്ടെങ്കിലും മുന്നോട്ടുള്ള ജീവിതമോർത്ത് നിസ്സഹായരായി നിൽക്കുകയാണ് ജനങ്ങൾ. സമാധാന പദ്ധതികളും സമാധാന ശ്രമങ്ങളും അനവധി ഉണ്ടായിട്ടും റഷ്യ-യുക്രൈൻ യുദ്ധം ശമനമില്ലാതെ തുടരുന്നു. ഭരണ അട്ടിമറിയും ആഭ്യന്തര സംഘർഷവും കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും 2025 ആകെ അസ്വസ്ഥമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലും അയൽക്കാർ തമ്മിൽ നേർക്കുനേർ വന്നപ്പോൾ യുദ്ധ സാഹചര്യങ്ങളുമുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ ഭീകരാക്രമണങ്ങൾ കൊണ്ട് അശാന്തമായപ്പോൾ മൊറോക്കയിലും നേപ്പാളിലും മഡഗാസ്കറിലും ജൻസി പ്രക്ഷോഭങ്ങൾ ഭരണകൂടങ്ങളെ വിറപ്പിച്ചു. രണ്ടാമതും US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ മറ്റു രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവകൾ രാജ്യാന്തര ബന്ധങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല, അവരുടെ സുരക്ഷിത ഇടങ്ങൾ തേടാൻ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. യുദ്ധഭൂമിയിൽ നിലയ്ക്കാത്ത വെടിയൊച്ചകൾക്കിടയിലായിരിക്കും 2026 പിറക്കുന്നത്. സമാധാനത്തിൻ്റെ നാളെ പുലരുമെന്ന പ്രത്യാശയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. 2026 ലോകമെങ്ങും സമാധാനം പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ പോയ വർഷത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കാം. സ്വാഗതം ലോകം പോയ വർഷത്തിലേക്ക്. യുദ്ധം മനുഷ്യരാശിയുടെ ദുഃഖമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ യുദ്ധത്തെ ഭയക്കുന്നതും വെറുക്കുന്നതും. ദി ആംഡ് കോൺഫ്ലിക്റ്റ് സർവേയുടെ കണക്കനുസരിച്ച് 2025 യുദ്ധങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങളിലും 2,55,000 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. പോയ വർഷത്തിൽ രാജ്യാന്തര സമൂഹത്തെ അശാന്തമാക്കിയ ചില സംഘർഷങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇരു രാജ്യങ്ങളിലുമായി സൈനികർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരവധി ഉപരോധങ്ങൾ കൊണ്ട് റഷ്യ സമ്മർദ്ദത്തിലായെങ്കിലും യുക്രൈന് നഷ്ടം 25% ഭൂപ്രദേശമാണ്. US പ്രസിഡന്റ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിലെ പല നിർദ്ദേശങ്ങളും റഷ്യയ്ക്ക് യുദ്ധവിജയം നൽകുന്നതാണെന്ന് യുക്രൈനും യൂറോപ്യൻ യൂണിയനും ആരോപിച്ചു. 2023 ഒക്ടോബറിൽ തുടങ്ങി പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്ത് തന്നെ ആശങ്കയിലാക്കിയ ഇസ്രായേൽ ഹമാസ് സംഘർഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 28-ന് സമാധാന പദ്ധതി നിലവിൽ വന്നെങ്കിലും വെടിയുച്ചകൾക്ക് ഇപ്പോഴും ശമനമില്ല. 2 വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ ഇറാന്റെ നിഴൽ സംഘടനകളായ ഗാസയിലെ ഹമാസിന്റെയും ലെബനാനിലെ ഹിസ്ബുല്ലയുടെയും ഭൂരിഭാഗം നേതാക്കളും കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ ഗാസയിൽ മാത്രം 70,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവർ 1.5 ലക്ഷത്തോളം കടന്നു. രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും ഉയർന്ന നിരവധി പ്രതിസന്ധികൾ കലുഷമാക്കിയ വർഷമായിരുന്നു 2025 പാകിസ്ഥാന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള പാകിസ്ഥാനിൽ നിരവധി ഭീകരാക്രമണവും 100 കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമായി. ഇന്ത്യയിൽ നിന്ന് സൈനികമായി ഏറ്റ തിരിച്ചടികളിൽ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥയിലായ പാക് സൈന്യത്തിലും ഭിന്നത രൂക്ഷമായിരുന്നു. ജനകീയ പ്രതിഷേധങ്ങളും കലാപങ്ങളും കൊണ്ട് അശാന്തമായ വർഷത്തിലൂടെയാണ് 2025 ബംഗ്ലാദേശ് കടന്നുപോയത്. ഭരണപരിഷ്കാരങ്ങൾ, സർക്കാർ നയങ്ങൾ, രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾ എന്നിവയുടെ പേരിൽ സമ്മർദ്ദത്തിലായ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിരവധി പ്രക്ഷോഭങ്ങളുടെ ചൂടുമറിഞ്ഞു. 2 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 2 ഗോത്രങ്ങൾക്കിടയിലെ ഒടുങ്ങാത്ത പകയും പ്രതികാരം വീടലുമാണ് കോങ്കോയെ വർഷങ്ങളായി യുദ്ധഭൂമിയാക്കി മാറ്റിയത്. 3 പതിറ്റാണ്ടുകളായി തുടരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷങ്ങൾ അഭയാർത്ഥികളാകുകയും ചെയ്തു. 5 വർഷമായി തുടരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യ 2025 മുക്തമായില്ല. എത്യോപ്യയുടെ വടക്കു പ്രദേശത്തുള്ള ടിഗ്രേ വംശജരുടെ നിയന്ത്രണത്തിലുള്ള വിമത സംഘടനയായ ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടും എത്യോപ്യൻ സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. നൈജറിനും നൈജീരിയയ്ക്കും പിന്നാലെ
പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മലിയിലും ആഭ്യന്തര സംഘർഷം ശക്തം. അൽ-ഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയായ JNIM-ഉം മലി സൈനിക ഭരണകൂടവും തമ്മിലുള്ള സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനു നേരെ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അതിക്രമങ്ങൾ തടയുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നാരോപിച്ച് അമേരിക്ക IS കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ആഫ്രിക്കോം എന്ന് പേരിട്ട സൈനിക നീക്കം ശക്തവും മാരകവുമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ദുരന്തമെന്നാണ് യമൻ ആഭ്യന്തര സംഘർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ UNICEF വിലയിരുത്തിയിട്ടുള്ളത്. അറേബ്യൻ ഉപദ്വീപിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമായ യമനിൽ 10 വർഷം നീണ്ട ആഭ്യന്തര സംഘർഷത്തിൽ 1.5 ലക്ഷം ആളുകളുടെ യുദ്ധത്തിലും 2,30,000-ലേറെ പേർ ഭക്ഷണവും ചികിത്സയും കിട്ടാതെ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. മ്യാൻമറിൽ സൈനിക ഭരണകൂടവും ജനാധിപത്യ പ്രക്ഷോഭകരും പ്രതിപക്ഷ കക്ഷികളും നിരന്തരം പോരാട്ടം നടത്തിയ വർഷമാണ് 2025. പടിഞ്ഞാറൻ മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ 22 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അറാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെ ജനുവരിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. 2025 തുടക്കത്തിൽ യുഎസിലെ ന്യൂ ഓർലിയൻസിലും ലാസ് വെഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിലും ഭീകരാക്രമണം നടന്നു. 2 സ്ഫോടനങ്ങളും നടത്തിയത് മുൻ സൈനികരാണ്. ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി അനേകം പേരുടെ മരണത്തിന് കാരണക്കാരനായ പ്രതി ഷംസുദ്ദീൻ ജബ്ബാറിന് ഭീകര സംഘടനയായ IS-മായി ബന്ധമുണ്ടെന്നാണ് FBI-യുടെ വെളിപ്പെടുത്തൽ. 17 വർഷം മുൻപ് അവസാനിപ്പിച്ച രാജഭരണം തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ തുടങ്ങിയ പ്രതിഷേധം അക്രമാസക്തമായി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സുരക്ഷാ ഭടന്മാർ പലയിടത്തും കണ്ണീർവാതക പ്രയോഗങ്ങളും വെടിവയ്പും നടത്തിയതിൽ 5 പേർ കൊല്ലപ്പെട്ടു. ബദ്ധശത്രുക്കളായ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 2025 പശ്ചിമേഷ്യയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തി. ഇസ്രായേലിന്റെ അതിശക്തമായ പ്രഹരത്തിൽ പകച്ചുപോയെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ തിരിച്ചടി നൽകി. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും 6 ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 100ഓളം പേർ കൊല്ലപ്പെട്ടു. അത്യന്തം മാരകമായ 2 ആണവായുധങ്ങൾ റഷ്യ വിജയകരമായി പരീക്ഷിച്ചുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. റഷ്യയുടെ നീക്കത്തിൽ പ്രകോപിതനായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 33 വർഷമായി മരവിപ്പിച്ചിരുന്ന ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകി. ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ചൈന 2030ഓടെ 1-ാം സ്ഥാനത്തെത്തുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ആണവായുധങ്ങളുടെ പരീക്ഷണം വീണ്ടും ഒരു ശീതയുദ്ധ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നിരീക്ഷകർ. നിരവധി രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു 2025. അതോടൊപ്പം വിവാദങ്ങൾ ഭരണകൂടങ്ങളെയും വ്യക്തികളെയും മുൾമുനയിൽ നിർത്തി. ആ സംഭവങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ ആഹ്വാനമനുസരിച്ച് ജനം തെരുവിലിറങ്ങിയതോടെ ഫ്രാൻസ് കലാപച്ചൂട് അറിഞ്ഞ വർഷമായിരുന്നു 2025. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാം തടയുക എന്ന സോഷ്യൽ മീഡിയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി തെരുവുകൾ കീഴടക്കി. സോഷ്യൽ മീഡിയ ആഹ്വാനത്തെ തുടർന്ന് മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ നടന്ന ഓസ്ട്രേലിയയുടെ വിവിധ നഗരങ്ങളിൽ തീവ്ര വലതുപക്ഷക്കാർ കുടിയേറ്റ വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു. കുടിയേറ്റ സമൂഹം ഓസ്ട്രേലിയൻ ജനതയുടെ ഒരുമയെ തകർക്കുന്നുവെന്ന മുദ്രാവാക്യവുമായി നടന്ന റാലികൾക്ക് രാജ്യാന്തര പിന്തുണയും കിട്ടി. കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ലണ്ടൻ നഗരത്തിൽ തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ റാലിയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തത് ഏവരെയും ഞെട്ടിച്ചു. ദേശസ്നേഹത്തിന്റെ വേലിയേറ്റത്തിനാണ് ലണ്ടൻ സാക്ഷ്യം വഹിച്ചതെന്ന് പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ പറഞ്ഞു. ഇടതു ചിന്താഗതിയുള്ള സംഘടനയായ ആന്റിഫ ഭീകര സംഘടനയാണെന്നും ഉടനെ നിരോധിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് വിവാദമായി. തീവ്ര വലതുപക്ഷ പ്രവർത്തകനും ട്രംപിന്റെ വിശ്വസ്തനുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ആന്റിഫയ്ക്കെതിരെ കടുത്ത നടപടിക്ക് US ഭരണകൂടം തയ്യാറായത്. ഇസ്താംബുൾ മേയറും പ്രതിപക്ഷ നിരയിലെ ശക്തനായ നേതാവുമായ ഇക്രാം ഇമാമോലുവിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് തുർക്കിയുടെ തെരുവുകൾ കലാപഭൂമിയായി. 2028 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇക്രാം ഇമാമോലുവിനെ പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുത്തത് പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനെ ചൊടിപ്പിച്ചുവെന്നാണ് ആരോപണം. ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല ചെയ്യപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈമിന്റെ റിപ്പോർട്ട്. സ്വന്തക്കാരാൽ കൊല്ലപ്പെടുകയും ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്യുന്ന സ്ത്രീകളുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ദക്ഷിണാഫ്രിക്കയിലുമെന്നും റിപ്പോർട്ടിന് പിന്നാലെ ജോഹന്നസ്ബർഗിൽ സ്ത്രീകൾ പ്രതിരോധം തീർത്ത പേർപ്പിൾ പ്രൊട്ടസ്റ്റ് ലോകശ്രദ്ധ ആകർഷിച്ചു.
അമേരിക്കയ്ക്ക് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളുമായി ബ്രിട്ടനും. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ UK വൈഡ് ബ്ലിറ്റ്സ് എന്ന് പേരിട്ട റെയ്ഡിൽ 100 കണക്കിന് ആളുകൾ അറസ്റ്റിലായി. 85,000-ഓളം കുറ്റവാളികളെ പാർപ്പിക്കാൻ സൗകര്യമുള്ള എൽ സാൽവദോറിലെ കുപ്രസിദ്ധമായ ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന തടവറ പോയ വർഷം ലോക വാർത്തകളിൽ നിറഞ്ഞു. മനുഷ്യാവകാശങ്ങളുടെ തമോഗർത്തമെന്നറിയപ്പെടുന്ന ഈ തടവറ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദമായത്. യുദ്ധം ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും അവഹേളിച്ചതിനെതിരെ ലോക നേതാക്കൾ അപലപിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാത്ത ട്രംപിന്റെ നടപടിക്കെതിരെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും പ്രതിഷേധങ്ങൾ നടന്നു. 1 കോടിയിലേറെ ഏക്കർ വനത്തിലെ മരങ്ങൾ മുറിച്ചുമാറ്റി നെല്ലും ചോളവും കരിമ്പും കൃഷി തുടങ്ങിയതിനെതിരെ ഇന്തോനേഷ്യൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ലോകത്തെ മഴക്കാടുള്ള 3ാമത്തെ രാജ്യമായ ഇന്തോനേഷ്യ ഇന്ധനത്തിനായി മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ലോകമെങ്ങുമുള്ള പരിസ്ഥിതിവാദികളും പ്രതിഷേധിച്ചു. അഴിമതിക്കും ദുർഭരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമെതിരെ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രി രജോലിന പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു. സൈനിക മേധാവി കേണൽ മൈക്കൽ റാൻഡ്രിയാനിറിന മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കും തെറ്റിപ്പിരിഞ്ഞതും പരസ്പരം കുറ്റപ്പെടുത്തിയതും വിവാദമായി. കാര്യക്ഷമതാ വകുപ്പായ ഡോജിൽ നിന്ന് മസ്ക് സ്വയം രാജിവെച്ചതും ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ആക്ഷേപിച്ചതുമാണ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്. മനോനില തെറ്റിയ വ്യക്തി എന്നുവരെ മസ്കിനെ ട്രംപ് ആക്ഷേപിച്ചു. അതിർത്തിയിൽ സംഘർഷം പുകയുന്നതിനിടെ കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന പെയ്തോങ് തരൻ ഷിനവത്രയുടെ രാജിക്കായി പ്രതിഷേധം അരങ്ങേറി. രാജ്യത്തെയും സൈന്യത്തെയും അവഹേളിക്കും വിധം പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തിയതോടെ പെയ്തോങ് തരന് രാജിവെക്കേണ്ടി വന്നു. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും പാപങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെട്ട സെയിന്റ് ജെയിംസ് ദ്വീപിന്റെ ഉടമയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഫയൽ സമ്മർദ്ദങ്ങളെ തുടർന്ന് പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായി. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്കിൾ ജാക്സൺ, മൈക്ക് ജാക്കർ തുടങ്ങിയ ലോക പ്രശസ്തരായവരുടെ രേഖകളാണ് പുറത്തായത്. ട്രംപുമായി ബന്ധപ്പെട്ട് ഭാഗിക രേഖകൾ മാത്രം പുറത്തുവിട്ടത് വിവാദമായി. ഉന്നത ഹമാസ് നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വിവാദമായി. തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറിയ ഇസ്രായേലിന്റെ നടപടി രാഷ്ട്ര ഭീകരവാദമെന്ന് ഖത്തർ ആരോപിച്ചു. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെ US സെനറ്റിൽ ധനബില്ലുകൾ പാസ്സാകാത്തതിനെ തുടർന്ന് 6 വർഷത്തിനു ശേഷം അമേരിക്കൻ ഭരണകൂടം ഷട്ട്ഡൌൺ നേരിട്ടു. ഫ്രാൻസിലെ ലോക പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിലെ അപ്പോളോ ഗ്യാലറിയിൽ പട്ടാപ്പകൽ പെരുങ്കൊള്ള നടന്നത് ലോകത്തെ ഞെട്ടിച്ചു. നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഭാര്യമാരുടെ കിരീടവും ആഭരണങ്ങളും മോഷ്ടിച്ചതിനെ നൂറ്റാണ്ടിന്റെ കൊള്ളയെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ലൈംഗിക ആരോപണങ്ങൾ പുറത്തുവന്നതോടെ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ രാജകുമാരന് എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് കിട്ടിയ യോർക്ക് ഡ്യൂക്ക് പദവിയടക്കം എല്ലാ രാജമുദ്രകളും ആൻഡ്രൂവിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു കാലത്ത് ബ്രിട്ടീഷ് യുവതയുടെ ഹരമായിരുന്ന ആൻഡ്രൂ രാജകുമാരൻ കൊട്ടാരത്തിന്റെ സുഖസമൃദ്ധിയിൽ ജീവിതം ആഘോഷിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് തിരിച്ചടിയായത്. ചൈന തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും പ്രതിരോധിക്കാൻ സൈന്യത്തെ നിയോഗിക്കുമെന്നും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ പ്രസ്താവന വിവാദമായി. തായ്വാനിൽ സൈനികമായി ഇടപെടുകയാണെങ്കിൽ ജപ്പാനെ തകർത്ത് കളയുമെന്ന് ചൈന ഭീഷണി ഉയർത്തി. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള വിയറ്റ്നാം യുദ്ധത്തിലെ ഭീകരത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ നാപാം ഗേൾ ചിത്രത്തിന്റെ ക്രെഡിറ്റിൽ നിന്ന് ഫോട്ടോഗ്രാഫർ എന്ന സ്ഥാനത്ത് നിന്ന് നിക്ക് ഊട്ടിന്റെ പേര് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന നീക്കി. ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണെന്ന സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടനയുടെ നീക്കം. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും തീവ്ര വലതുപക്ഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും വലതുപക്ഷ ആശയ അടിത്തറയുള്ള ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നതും 2025 സാക്ഷിയായി. ചില രാഷ്ട്രങ്ങളിൽ ഏകാധിപതികൾ ഭരണത്തുടർച്ച നേടിയപ്പോൾ പതിവ് തെറ്റാതെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 2025 സൈനിക അട്ടിമറികൾ നടന്നു. അമേരിക്കയുടെ സുവർണ കാലഘട്ടം തുടങ്ങിയെന്നും അമേരിക്കയ്ക്ക് 1ാം സ്ഥാനം നൽകുമെന്നുമുള്ള സത്യപ്രതിജ്ഞാ പ്രഖ്യാപനത്തോടെയാണ് US-ന്റെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയത്. ലോകചിത്രം മാറ്റിവരയ്ക്കാനുള്ള ശ്രമത്തിൽ ഡൊണാൾഡ് J. ട്രംപ് എന്ന 78-കാരന്റെ ലക്ഷ്യത്തിനു മുന്നിൽ ലോക സമാധാനവും ഒന്നും പ്രശ്നമല്ലായിരുന്നു. സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും
മഹത്തരവും ഏറ്റവും സമ്പന്നവുമാക്കുകയാണ് എന്ന ലക്ഷ്യത്തിന്റെ ചുവട് പിടിച്ചാണ് കുടിയേറ്റം കർശനമായി അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറായത്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങളും നിർത്തലാക്കി. രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ യുഎസിൽ നിർമ്മിക്കണമെന്നും അല്ലാത്ത പക്ഷം ഉയർന്ന നികുതി ചുമത്താനും തയ്യാറായി. സ്വന്തം തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കുമനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നത് ശീലമാക്കിയ ട്രംപ് പലപ്പോഴും നയതന്ത്ര മര്യാദകൾ പാലിക്കാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വൈറ്റ് ഹൌസിൽ വച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ അവഹേളിച്ചത്. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ലോകമാണ് സ്വപ്നമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ശത്രുപക്ഷത്ത് ട്രംപ് നിർത്തിയിരിക്കുന്നത് ചൈനയെയും വെനസ്വേലയുമൊക്കെയാണ്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തിയ ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, രാജ്യത്തിനുള്ളിലും വിമർശനം ഏറ്റുവാങ്ങി. അതേസമയം ഗാസ ആക്രമണം പോലുള്ള ചില സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത നയതന്ത്ര നീക്കങ്ങൾ ലോകത്തിന്റെ പ്രശംസ ഏറ്റുവാങ്ങി. ഇന്ത്യ വിരുദ്ധ നീക്കം നടത്തി വിവാദത്തിലായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സ്വന്തം പാർട്ടി കൂടി കൈയഴിഞ്ഞതോടെ രാജിവെച്ചു. ട്രൂഡോയെ മുൻനിർത്തി വരുന്ന തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് ലിബറൽ പാർട്ടി ട്രൂഡോയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയത്. സാമ്പത്തിക വിദഗ്ധനും ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറുമായിരുന്ന 59-കാരൻ മാർക്ക് കാർണിയെ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. കാനഡയുടെ സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ യുഎസ് പ്രസിഡന്റ് ശ്രമിക്കുന്നതിനിടെയായിരുന്നു കാർണി അധികാരമേറ്റത്. ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ നയതന്ത്ര നീക്കം നടത്തുന്ന മാർക്ക് കാർണിയെ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായാണ് വിലയിരുത്തുന്നത്. പട്ടാള നിയമം പ്രഖ്യാപിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കുകയും അറസ്റ്റ് ചെയ്ത് തടവറയിലടയ്ക്കുകയും ചെയ്തു. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യൂൻ സുക്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ വലതുപക്ഷ യാഥാസ്ഥിതികർ അധികാരം പിടിച്ചു. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചതോടെ ഫ്രെഡ്രിഷ് മേഴ്സ് ചാൻസലറായി. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് യൂറോപ്പ് മുക്തമാകണമെന്നും യൂറോപ്പിന് സ്വന്തമായി സൈനിക സഖ്യം വേണമെന്ന പക്ഷക്കാരനുമാണ് മേഴ്സ്. യുഎസിന്റെ തീരുവ യുദ്ധം ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ഭരണ തുടർച്ച ലഭിച്ചതോടെ ആന്റണി ആൽബനീസ് വീണ്ടും പ്രധാനമന്ത്രിയായി. 21 വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായ 2ാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യവും യൂറോപ്യൻ യൂണിയനിലെ 6ാമത്തെ സാമ്പത്തിക ശക്തിയുമായ പോളണ്ടിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര ദേശീയവാദിയായ കാരോൾ നവറോസ്കി വിജയിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ ചെറുപതിപ്പ് എന്ന വിശേഷണമുള്ള 42-കാരനായ കാരോൾ നവറോസ്കി യൂറോപ്യൻ യൂണിയന് എതിരാണ്. ചരിത്രത്തിലാദ്യമായി ഒരു വനിത ജപ്പാന്റെ പ്രധാനമന്ത്രിയായി. ജപ്പാന്റെ ഇരുമ്പ് വനിത എന്നറിയപ്പെടുന്ന 64-കാരിയായ സനെ തകായിച്ചിയെ ഭരണകക്ഷിയായ LDPയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തിയത്. ലിംഗസമത്വമോ വൈവിധ്യമോ പ്രോത്സാഹിപ്പിക്കാത്ത യാഥാസ്ഥിതിക എന്നാണ് തകായിച്ചിയെക്കുറിച്ചുള്ള ആക്ഷേപം. യൂറോപ്പിലെങ്ങും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടെ അയർലൻഡിൽ നടന്ന വോട്ടെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കാനലിൻ കൊനലി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാറ്റോ സഖ്യത്തെ എതിർക്കുകയും കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കൊനലിയുടെ ഹമാസിനോടുള്ള അനുകൂല നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ചിലിയുടെ ചരിത്രത്തിൽ ആദ്യമായി തീവ്ര വലതുപക്ഷക്കാരൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 35 വർഷത്തെ ഇടത് ജനാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഹൊസെ അന്റോണിയോ കാസ്റ്റ് ചിലിയുടെ 38ാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കിന്റെ ഇടതുപക്ഷ സർക്കാരിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിയ അന്റോണിയോ കാസ്റ്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പിന്തുടരുന്ന ചിലിയൻ നേതാവാണ്. 20 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് ബൊളീവിയയിൽ റോഡ്രിഗോ പാസിനെ പ്രസിഡന്റായി അധികാരമേറ്റു. കാമറൂൺ പ്രസിഡന്റായി പോൾ ബിയ 8ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. 92 വയസ്സുള്ള പോൾ ബിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രത്തലവനാണ്. 1982 മുതൽ പ്രസിഡന്റായി തുടരുന്ന അദ്ദേഹം 7 വർഷം പ്രധാനമന്ത്രിയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടും ആരോപണവും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളും അവഗണിച്ച് ബെലാറൂസ് പ്രസിഡന്റായി അലക്സാണ്ടർ ലുകാഷെങ്കോ വീണ്ടും അധികാരമേറ്റു. 26 വർഷങ്ങളായി അധികാരത്തിൽ തുടരുന്ന ലുകാഷെങ്കോ ഇത് 6ാം തവണയാണ് പ്രസിഡന്റാകുന്നത്. 37 വർഷമായി അതിർത്തി പ്രദേശത്തെ ചൊല്ലി ചോര ചിന്തിയ അസർബൈജാനും അർമീനിയയും
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൌസിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടു. രണ്ട് രാജ്യങ്ങളെയും വൈറ്റ് ഹൌസിൽ എത്തിച്ചതോടെ മേഖലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങിയ ചിലർ ലോകത്തിന് വെളിച്ചമായി. അവരിൽ ചിലരെക്കുറിച്ച് അറിയാം ലോകം പോയ വർഷത്തിൽ. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി. അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്ന നാമം സ്വീകരിച്ചു. പാവങ്ങളുടെ മെത്രാൻ എന്നറിയപ്പെട്ടിരുന്ന ലിയോ 14 കർമ്മമണ്ഡലത്തിന്റെ ഏറിയ ഭാഗവും പെറുവിലായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനാണ് ലിയോ 14. ക്ഷമ എന്ന മുതൽമുടക്കിലൂടെ കോടികൾ കൊയ്ത വാറൻ എഡ്വേർഡ് ബഫറ്റ് 60 ആണ്ടിന് ശേഷം ബെർക്ക്ഷയർ ഹാത്തവോയുടെ CEO സ്ഥാനമൊഴിഞ്ഞു. 11-ാം വയസ്സിൽ $115 നിക്ഷേപത്തിൽ തുടങ്ങി 94-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ വാറൻ ബഫറ്റിന്റെ ഓഹരി നിക്ഷേപം 22 ലക്ഷം കോടി രൂപയായിരുന്നു. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സിനിമകളിലൂടെ പ്രതികരിച്ച വിഖ്യാത ചലച്ചിത്രകാരനായ ജാഫർ പനാഹിയോട് 20 വർഷത്തേക്ക് സിനിമ എടുത്തുപോകരുതെന്നാണ് ഇറാൻ സർക്കാർ നൽകിയ താക്കീത്. ഭീഷണികളും താക്കീതും അതിജീവിച്ച് 2025 കാൻ ചലച്ചിത്രമേളയിലെ സമുന്നതമായ ബഹുമതി പാം ദോർ ജാഫർ പനാഹി നേടി. നിരവധി തവണ തടവിൽ കിടന്നിട്ടുള്ള പനാഹി ജയിലിൽ കണ്ടതും നേരിട്ടതുമായ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊടുത്ത സിനിമയായ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റിനാണ് പാം ദോർ പുരസ്കാരം ലഭിച്ചത്. 34-ാം വയസ്സിൽ അട്ടിമറിയിലൂടെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചെറുരാജ്യമായ ബുർക്കിന ഫാസോയിലെ പട്ടാള ഭരണാധികാരി ഇബ്രാഹിം ട്രോറെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞ വർഷമാണ് 2025. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർക്ക് പ്രിയങ്കരനായ ഇബ്രാഹിം 16 തവണ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കണ്ണിലെ കരടാണെങ്കിലും റഷ്യയ്ക്ക് പ്രിയങ്കരനാണ് ഇബ്രാഹിം. 116 വർഷത്തെ പഴക്കമുള്ള ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ തലപ്പത്ത് ആദ്യമായി എത്തുന്ന വനിതയായി ബ്ലെയ്സ് മെട്രവലി. 47-കാരിയായ ബ്ലെയ്സ് മെട്രവലി മാഡം സി എന്ന സീക്രട്ട് കോഡിലാണ് അറിയപ്പെടുന്നത്. 2025 ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരാണ് ജപ്പാനിലെ മാംഗ ആർട്ടിസ്റ്റായ റയോ തൽസുഗി. അവരുടെ മുൻ പ്രവചനങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് എന്ന അവകാശവാദത്തിൽ ജൂലൈ 5-ന് വൻ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭരണകൂടം പോലും ജാഗ്രതയിലായിരുന്നു. അവകാശപ്പെട്ടതുപോലെ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും വിനോദമേഖലയിലെ തിരിച്ചടിയും മറ്റും കാരണം ജപ്പാൻ സർക്കാരിന് നഷ്ടമായത് 32,000 കോടിയിലേറെ രൂപ എന്നാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും പ്രായമുള്ള ശിശു എന്ന വിശേഷണത്തോടെ തദിയസ് ഡാനിയൽ പിർസിന്റെ ജനനം 2025 ചരിത്രമായി. 1994 ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് അമേരിക്കൻ ദമ്പതികളായ ലിൻസെയുടെയും ടിം പിയേഴ്സിന്റെയും മകനായി പിറക്കുകയായിരുന്നു 30 വർഷത്തിനു ശേഷം തദിയസ് ഡാനിയൽ പിർസ്. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണ് സതോഷി നക്കാമോട്ടോ. ലോക ധനികരിൽ 11-ാം സ്ഥാനത്തേക്ക് എത്തിയത് 2025. ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഈ അതികായന്റെ ആസ്തി 11 ലക്ഷം കോടി മറികടന്നുവെങ്കിലും 16 വർഷമായി ലോകം തിരയുന്ന സതോഷി ഇന്നും അജ്ഞാതനായി തുടരുന്നു. ലോകത്തെ ഏറെ സ്വാധീനിച്ച അനേകം പേർക്ക് 2025 വിട നൽകി. അവരിൽ ചിലരെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ. മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ വിത്ത് വിതച്ച് കരുണയുടെയും സ്നേഹത്തിന്റെയും മഹത് വക്താവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങലിന് 2025 സാക്ഷിയായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിച്ചു. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോയ പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലാൻ 140-ലേറെ രാഷ്ട്രത്തലവന്മാരും സന്നിഹിതരായിരുന്നു. നൊബേൽ സമ്മാന ജേതാവും പെറുവിയൻ എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമായ മാരിയോ വർഗാസ് യോസ 89-ാം വയസ്സിൽ വിടവാങ്ങി. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ സുവർണയുഗത്തിന്റെ അന്ത്യം എന്നാണ് യോസയുടെ മരണത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തെ ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന യുറോഗ്വയ് മുൻ പ്രസിഡന്റ് ഹോസെ മൊഗീക്ക ഓർമ്മയായതും 2025. ഗറില്ല പോരാട്ടത്തിലൂടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെത്തിയ മൊഗീക്ക 15 വർഷത്തോളം ഏകാന്ത തടവിലായിരുന്നു.
തന്റെ ശമ്പളത്തിൽ 90% നിർധനർക്ക് പങ്കുവച്ച മൊഗീക്ക 2 മുറി മാത്രമുള്ള ഫാം ഹൌസിലാണ് പ്രസിഡന്റായിരുന്നപ്പോൾ താമസിച്ചിരുന്നത്. ഹോസെ മൊഗീക്കയുടെ നയങ്ങളാണ് യുറുഗ്വേ എന്ന രാജ്യത്തെ സമ്പന്നതയിലേക്ക് നയിച്ചത്. ത്രില്ലർ രചനകളുടെ നായകനായി അറിയപ്പെട്ടിരുന്ന ഫ്രെഡറിക് ഫോർസിത്തിന് വിട നൽകി ലോകം. 25ലധികം ത്രില്ലർ നോവലുകളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയം കവർന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഫ്രെഡറിക് ഫോർസിത്ത്. ഫിക്ഷനിലൂടെ യഥാർത്ഥ സംഭവങ്ങൾ പറയുന്ന ഫോർസിത്തിന്റെ ദ അഫ്ഗാൻ എന്ന നോവൽ കേരളത്തിലും വിവാദം സൃഷ്ടിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ന്യായാധിപൻ എന്നറിയപ്പെട്ടിരുന്ന ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ 88-ാം വയസ്സിൽ യുഎസിലെ വോക്ക് ഫീൽഡിൽ അന്തരിച്ചു. ദയയും മനുഷ്യത്വവും നിറഞ്ഞ ഇടപെടലുകളിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടിയ ന്യായാധിപനായിരുന്നു ഫ്രാങ്ക് കാപ്രിയോ. ഫ്രാങ്ക് കാപ്രിയോയുടെ കോടതി മുറിയിലെ തർക്കപരിഹാര വേളകൾ കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പരിപാടി കോടിക്കണക്കിന് ആളുകൾ തത്സമയം കണ്ടിരുന്നു. ഐക്കണിക് ഫിലിം പോസ്റ്ററുകളും ലോഗോകളും ഡിസൈൻ ചെയ്ത പ്രശസ്ത ഗ്രാഫിക് ഡിസൈനർ ജോ കാരോഫും 2025-ൽ ഓർമ്മയായി. 104-ാം ജന്മദിനത്തിന് ഒരു ദിവസം മുൻപ് യുഎസിലെ മാൻഹട്ടനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ജെയിംസ് ബോണ്ട് ചിത്രത്തിന്റെ ഐക്കണിക് ലോഗോയായ ജെയിംസ് ബോണ്ട് 7 ഗൺ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജോ കാരോഫ് ആയിരുന്നു. സൂപ്പർമാൻ ചിത്രങ്ങളിലെ പ്രധാന വില്ലനായ ജനറൽ സോഡ് എന്ന കഥാപാത്രത്തെ ലോകപ്രശസ്തമാക്കിയ നടൻ ടെറൻസ് സ്റ്റാമ്പ് 87-ാം വയസ്സിൽ ഓർമ്മയായി. 1962-ൽ ബില്ലി ബഡ് എന്ന ചിത്രത്തിലെ ടൈറ്റിൽ വേഷവുമായാണ് ടെറൻസ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഓസ്കാർ നോമിനേഷനും മികച്ച പുതുമുഖത്തിനുള്ള ഗോൾഡൻ ഗ്ലോബും ആദ്യ ചിത്രം ടെറൻസ് സ്റ്റാമ്പിന് നേടിക്കൊടുത്തു. ആധുനിക ഫാഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി 91-ാം വയസ്സിൽ ഓർമ്മയായി. ഹോളിവുഡിന്റെ ഏറെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് ജോർജിയോ അർമാനി. ലോക ഫാഷൻ വേദിയിൽ സ്വന്തം പേര് തന്നെ ബ്രാൻഡാക്കി മാറ്റിയ അദ്ദേഹം അർമാനി എക്സ്ചേഞ്ച് ഗ്രൂപ്പ് സ്ഥാപകനുമാണ്. 88,000 കോടി വിലമതിക്കുന്നതായിരുന്നു അർമാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം. ചിമ്പാൻസികളുടെ തോഴി എന്നറിയപ്പെടുന്ന ജെയിൻ ഗുഡാൾ 91-ാം വയസ്സിൽ വിടവാങ്ങി. മനുഷ്യരും ആൾക്കുരങ്ങുകളും ഉൾപ്പെടുന്ന സസ്തനികളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ജെയിൻ ഗുഡാൾ. ചിമ്പൻസികളോടൊപ്പം കഴിഞ്ഞ അവരുടെ ജീവിതത്തെക്കുറിച്ച് ജെയിൻ കണ്ടെത്തിയ അറിവുകൾ ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഏകകക്ഷി ഭരണത്തിന്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് കെനിയയെ ബഹുകക്ഷി ജനാധിപത്യത്തിന്റെ സജീവതയിലേക്ക് പരിവർത്തനം ചെയ്ത റൈല അമോലോ ഒഡിംഗ കേരളത്തിൽ അന്തരിച്ചു. കെനിയയിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തിയ ജനകീയ നേതാവും മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഒഡിംഗയുടെ അന്ത്യോപചാര ചടങ്ങിലുണ്ടായ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. യുഎസ് മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി 84-ാം വയസ്സിൽ അന്തരിച്ചു. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിന്റെ പ്രധാന സൂത്രധാരനായ ഡിക് ചെനി യുഎസ് ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റായി അറിയപ്പെട്ടു. ജീവജാലങ്ങളുടെ വളർച്ചയും ഘടനയും പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ജനിതക വിവരങ്ങൾ എഴുതപ്പെട്ട DNA കണ്ടെത്തിയ ശാസ്ത്രജ്ഞരിൽ ഒരാളും നൊബേൽ പുരസ്കാര ജേതാവുമായ ജെയിംസ് വാട്സൺ 97-ാം വയസ്സിൽ അന്തരിച്ചു. 1953-ൽ വാട്സണും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ക്രിക്കും DNA തന്മാത്രയുടെ ഇരട്ട പിരിയൻ ഗോവണിക് ഘടന കണ്ടെത്തിയതോടെയാണ് ആധുനിക ലോകത്ത് ജനിതക ശാസ്ത്രത്തിന്റെ വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ലോക നേതാക്കൾ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഉച്ചകോടികളെല്ലാം 2025-ലും നടന്നു. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയ്ക്കെതിരെ പ്രബല രാജ്യങ്ങൾ ഒരേ വേദികളിൽ അണിചേരുന്നതാണ് ബ്രിക്സ് ഉച്ചകോടിയിലും ഷാങ്ഹായ് ഉച്ചകോടിയിലും ദൃശ്യമായത്. പോയ വർഷത്തെ ചില പ്രധാനപ്പെട്ട ഉച്ചകോടികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനൈറോയിൽ ജൂലൈ 6-7 തീയതികളിൽ നടന്നു. ഇറാൻ ആക്രമണത്തെയും കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു. ആഗോള ദക്ഷിണ സഹകരണം മെച്ചപ്പെടുത്താൻ തയ്യാറായ ഉച്ചകോടിയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരത്തീരുവ ഭീഷണിക്കെതിരെ ഒരുമിച്ച് പോരാടാനും തീരുമാനിച്ചു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്ന യൂറേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയായ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO 24-ാം ഉച്ചകോടി ചൈനയിൽ നടന്നു. ട്രംപിന്റെ തീരുവ യുദ്ധത്തിനെതിരെ റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാഷ്ട്രതലവന്മാർ അണിനിരന്ന ഉച്ചകോടി ലോകം ശ്രദ്ധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തോടെയാണ് ഈ വർഷത്തെ ഷാങ്ഹായ് ഉച്ചകോടി സമാപിച്ചത്.
32 രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോയുടെ വാർഷിക ഉച്ചകോടി നെതർലാൻഡിലെ ഹേഗിൽ ജൂൺ 24-26 തീയതികളിൽ നടന്നു. നെതർലാൻഡിൽ ആദ്യമായി നടന്ന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് പ്രകാരം പ്രതിരോധ ചെലവ് 2% നിന്ന് GDPയുടെ 5% ഉയർത്താൻ തീരുമാനിച്ചു. ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച സ്പെയിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കി. യുക്രൈൻ യുദ്ധം ശക്തമാകുന്നതിനിടയിൽ ലോകം ശ്രദ്ധിച്ച ഉച്ചകോടിയായിരുന്നു അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ചുവടുവയ്പ് പോലും നടത്താനാകാതെ പിരിഞ്ഞ കൂടിക്കാഴ്ച ട്രംപിന്റെ നയതന്ത്ര വീഴ്ചയായി നിരീക്ഷകർ വിലയിരുത്തി. യുദ്ധം എന്ന് അവസാനിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കരാറാകും വരെ ഒരു കരാറുമില്ല എന്ന് എങ്ങും തൊടാതെയുള്ള മറുപടിയാണ് ട്രംപ് പറഞ്ഞത്. വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 57ാം ഉച്ചകോടി കാനഡയിലെ കനാനാസ്കിസിൽ ജൂൺ 15 മുതൽ 17 വരെ നടന്നു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും ഉച്ചകോടിയിൽ തീരുമാനമായി. മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും ഉച്ചകോടി കുറ്റപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ആതിഥേയത്വം വഹിച്ച G20 ജോഹന്നാസ്ബർഗ് ഉച്ചകോടി യുഎസിന്റെ ബഹിഷ്കരണം കൊണ്ട് ശ്രദ്ധേയമായി. ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരെ വംശഹത്യ നടത്തുന്നുവെന്നും അവർക്കെതിരെ നിരന്തരം മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് ട്രംപ് പങ്കെടുക്കാതെയിരുന്നത്. ഐക്യം, സമത്വം, സുസ്ഥിരത എന്ന പ്രമേയം മുൻനിർത്തി നടന്ന സമ്മേളനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ലോകം ശ്രദ്ധിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP30 ബ്രസീലിലെ ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള കവാടമായ ബെലം നഗരത്തിൽ നടന്നു. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ സുരക്ഷ, ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റം, പുനരുപയോഗ ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. യുഎസിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഉന്നത ഫെഡറൽ ഉദ്യോഗസ്ഥരോ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ 47ാം ഉച്ചകോടി മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്നു. മ്യാൻമാറിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങളും ശക്തമായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ഉച്ചകോടി. കാലാവസ്ഥാ പ്രവർത്തനം, ഡിജിറ്റലൈസേഷൻ, ലിംഗസമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാം ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ലോകത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ സർക്കാരുകളെയും ബിസിനസ്സുകാരെയും സിവിൽ സമൂഹത്തെയും ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട ഉച്ചകോടിയിൽ രാഷ്ട്രീയം, വ്യവസായം, ശാസ്ത്രം എന്നീ മേഖലകളിൽ നിന്നുള്ള 3000-ഓളം നേതാക്കൾ പങ്കെടുത്തു. ലോകത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ചും 2025 അവാർഡുകൾ നേടിയവരെക്കുറിച്ചും ഇനി അറിയാം. ലോക സംഗീത രംഗത്തെ ഏറ്റവും വലിയ സംഗീത ബഹുമതിയായ 67ാമത് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപനത്തിൽ ചരിത്ര നേട്ടവുമായി പോപ്പ് ഗായിക ബിയോൺസി തിളങ്ങി. കൗബോയ് കാർട്ടറിലൂടെ മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വംശജ എന്ന ചരിത്ര നേട്ടം ബിയോൺസി കരസ്ഥമാക്കി. 35 ഗ്രാമി പുരസ്കാരം നേടുന്ന ചരിത്രവും കരസ്ഥമാക്കി ബിയോൺസി. മികച്ച ലാറ്റിൻ പോപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം ഷക്കീറ നേടി. ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും വ്യവസായിയുമായ ചന്ദ്രിക ടണ്ടൻ ബെസ്റ്റ് ന്യൂ ഏജ് ആംബിയന്റ് കാറ്റഗറിയിൽ പുരസ്കാരം നേടി. ബ്രിട്ടീഷ് അക്കാദമിയുടെ 78ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ എഡ്വാർഡ് ബർഡന്റെ കോൺക്ലേവ് മികച്ച ചിത്രം ഉൾപ്പെടെ 4 അവാർഡുകൾ കരസ്ഥമാക്കി. ബ്രാഡി കോർബറ്റ് സംവിധാനം ചെയ്ത ദ ബ്രൂട്ടലിസ്റ്റും 4 അവാർഡുകൾ നേടി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡി മികച്ച നടനും അനോറയിലെ കേന്ദ്രപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിറ്റ്സ് മികച്ച നടിയുമായി. ഓസ്കാറിന്റെ 97ാം പതിപ്പിൽ 5 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അമേരിക്കൻ ചിത്രമായ അനോറ. 13 നാമനിർദ്ദേശങ്ങളുമായി എത്തിയ എമിലി പെരേസും 10 എണ്ണവുമായി എത്തിയ ദ ബ്രൂട്ടലിസ്റ്റിനെയും അട്ടിമറിച്ചാണ് അനോറയുടെ തിളക്കം. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കി മാഡിസന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടി. മികച്ച നടനുള്ള പുരസ്കാരം ദി ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡിക്ക് ലഭിച്ചു. എമിയുടെ 77 വർഷത്തെ ചരിത്രത്തിൽ അവിസ്മരണീയമായ നേട്ടം കരസ്ഥമാക്കി 15-കാരനായ ഒവാൻ കൂപ്പർ. അഡോൾസൻസ് എന്ന പരമ്പരയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, എമ്മി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അഭിനേതാവ് എന്നീ 2 നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് കൂപ്പർ രാജ്യാന്തര ശ്രദ്ധ നേടിയത്. മികച്ച നടൻ ഉൾപ്പെടെ 5 സുപ്രധാന പുരസ്കാരങ്ങൾ അഡോൾസൻസ് നേടി. സ്റ്റീഫൻ ഗ്രഹാമാണ് മികച്ച നടൻ. വെനസ്വേലയിലെ നിക്കോളസ് മഡൂറോ എന്ന സോഷ്യലിസ്റ്റ് ഏകാധിപതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം. ലാറ്റിൻ അമേരിക്കയിൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടനയിക്കുന്ന 58-കാരിയായ മജാഡോയുടെ ശബ്ദം ലോകം ഏറ്റെടുക്കുകയായിരുന്നു. പുരസ്കാരം വെനസ്വേലിയൻ ജനതയ്ക്കും ഡൊണാൾഡ് ട്രംപിനും മജാഡോ സമർപ്പിച്ചു. സങ്കീർണവും ഗഹനവുമായ പ്രമേയങ്ങളെ ദാർശനിക ചാരുതയോടെ അവതരിപ്പിച്ച ഹംഗേറിയൻ നോവലിസ്റ്റ് ലാസോ ക്രാസ്നഹോർക്ക ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടി.
അപ്പോക്കലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആകർഷവും ദീർഘവീക്ഷണമുള്ളതുമായ സാഹിത്യ സൃഷ്ടികൾക്കാണ് അവാർഡെന്ന് അക്കാദമി പറഞ്ഞു. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന കണ്ടെത്തലിന് US-കാരിയായ മേരി ഇ ബ്രങ്കോ, ഫെഡ് റാംസ്ഡെൽ, ജപ്പാൻകാരനായ ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം. ക്വാണ്ടം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ തിരുത്തുകയും പുതിയ ഗവേഷണങ്ങൾക്ക് വിത്തുപാകുകയും ചെയ്ത പരീക്ഷണം നടത്തിയ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡിവോറെ, ജോൺ മാർട്ടിനസ് എന്നിവർക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടി. നൂതനാശയങ്ങളിലൂന്നിയ സാമ്പത്തിക വളർച്ചയെ പരിചയപ്പെടുത്തിയതിന് ജോയൽ മൊഗീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൊവിറ്റ് എന്നിവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. മറ്റു ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതിക്കുള്ള അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന് കിട്ടി. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദൈനംദിന ജീവിതത്തെ പകർത്തുന്ന കഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലണ്ടിലോ UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾക്ക് നൽകുന്ന ബുക്കർ പ്രൈസിന് ഹംഗേറിയൻ നോവലിസ്റ്റ് ഡേവിഡ് സൊളോയ്ക്ക് ലഭിച്ചു. സൊളോയ് എഴുതിയ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൻ ദ്യോർ പുരസ്കാരവും ഫിഫയുടെ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരവും ഫ്രഞ്ചുകാരൻ ഉസ്മാൻ ഡെംബലെ നേടി. PSG-യുടെ നെടുന്തൂണായ 28-കാരൻ ആദ്യമായാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. തുടർച്ചയായ 3-ാം തവണയും ഏറ്റവും മികച്ച വനിതാ താരമായി ഐദാന ബൊൻ മാറി. ലോകമെങ്ങും നല്ല വാർത്തകൾ നിറയട്ടെ എന്ന പ്രതീക്ഷയോടെ 2026 നമുക്ക് വരവേൽക്കാം. നന്ദി, നമസ്കാരം.